ഹായ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1978 തൻ്റെ 18ാമത്തെ വയസ്സിൽ സിനിമാ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും ആ സിനിമ റിലീസാകാൻ വൈകിയതുകൊണ്ട് 1980 അദ്ദേഹത്തിൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രം റിലീസാവുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകും ഏത് നടനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതെ, മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ലാലേട്ടൻ്റെ പിറന്നാളാണല്ലോ ഇന്ന്. അപ്പോൾ ലാലേട്ടനെ പറ്റി രണ്ടു വാക്ക് പറയാതിരുന്ന മോശമല്ലേ? വില്ലൻ വേഷങ്ങളിലൂടെയാണ് നമ്മൾ മോഹൻലാലിനെ ആദ്യമായി സിനിമയിലൊക്കെ കാണുന്നതെങ്കിൽ പതിയെ കോമഡി വേഷങ്ങളായി അദ്ദേഹം ചെയ്തു തുടങ്ങി. കോമഡി കണ്ട് നമ്മൾ ചിരിക്കുകയും ചെയ്തു. മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുപാട് കോമഡി പടങ്ങൾ റിലീസാവുകയും ചെയ്തു. പിന്നെ രാജാവിൻ്റെ മകൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിലേക്ക് ഒരു താര പദവിയിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ശ്രീനിവാസൻ മോഹൻലാൽ കോംബോയിൽ വന്ന ഈ നാടോടിക്കാറ്റ്, പഠനപ്രവേശനം, അക്കരെ അക്കരെ അക്കരെ, ഈ സിനിമകളിലെ ദാസനെയും വിജയനെയും കാണുമ്പോൾ ഇപ്പോഴും ചിരി വരാറുണ്ട്. ഈ ഇടയ്ക്കും ഞാൻ ഈ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന ചിത്രം ടി വിയിൽ വന്നപ്പോൾ കണ്ടിരുന്നു. അത് ആ കോമഡിയൊക്കെ ഇത്രയും വർഷങ്ങളായിട്ടും ആ കോമഡിയൊക്കെ ഇപ്പോഴും വർക്കാകുന്നുണ്ട്. അത് ഒരു മടുപ്പോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇപ്പോഴത്തെ ന്യൂജൻ സിനിമകളായിക്കോട്ടെ, ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കാണും. പക്ഷേ അതിന് ശേഷം നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് പൊതുവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടാലും എത്ര പഴയതാണെങ്കിലും അതിനൊരു മടുപ്പുമില്ല, ബോറടിയുമില്ല, ഒന്നുമില്ല. പിന്നീട് വന്ന കിരീടം, വരവേൽപ്പ്, ഹിസ്ഹൈനസ് അബ്ദുള്ള, മിഥുനം, ഈ കിലുക്കത്തിലേക്ക് ലാലേട്ടന് അവാർഡ് കിട്ടിയിരുന്നു, മികച്ച നടനുള്ള അവാർഡും. പിന്നെ അന്ന് ആ സിനിമയ്ക്ക് അക്കാലത്തിറങ്ങി ഏറ്റവും വലിയ കളക്ഷനാണ് കിലുക്കത്തിന് നേടിയിരുന്നത്. കിലുക്കം എന്ന് പറയുന്ന സിനിമയും അങ്ങനെ തന്നെയാണ്, ഒരു കൾട്ട് ക്ലാസിക്കാണ് കേട്ടോ ആ സിനിമയെന്നൊക്കെ പറയുന്നത്. അപ്പോൾ തുടർന്ന് വന്ന ഭരതം ആയിക്കോട്ടെ, വിയറ്റ്നാം കോളനി ആയിക്കോട്ടെ, ദേവാസുരം, മൺസൃത്താഴ്, സ്ഫടികം, കാലാപ്പാനി, കന്മദം, ഗുരു, അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ ലാലേട്ടൻ നമുക്ക് തന്നിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷ ചിത്രങ്ങളിലും ലാലേട്ടൻ തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അഭിനയിച്ചത് ഇരുവർ എന്ന് പറയുന്ന ചിത്രത്തിൽ MGRന്റെ ജീവചരിത്രമായി മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ. അപ്പോൾ അതിൽ MGRനെ വളരെ നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് സിനിമയാണ്, പക്ഷെ ഫസ്റ്റ് സിനിമയെ തന്നെ ലാലേട്ടൻ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ തമിഴിൽ മാത്രമല്ല ബോളിവുഡിലായാലും ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. എവിടെയും ലാലേട്ടൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഇപ്പോൾ നമ്മളെപ്പോഴും അല്ലെങ്കിൽ മിക്കവരും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, മോഹൻലാലാണോ മമ്മൂട്ടിയാണോ മികച്ച നടൻ? പക്ഷെ അതിന് ഇതുവരെ ഒരു ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിനൊരു ഉത്തരം കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഒരു പടം മോഹൻലാലിൻ്റെ പറയുകയാണെങ്കിൽ അടുത്ത പടം മമ്മൂട്ടിയുടെ നമ്മൾ പറയും. അപ്പോൾ മമ്മൂട്ടിയാണോ മോഹൻലാലോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരും നമ്മുടെ അഭിമാന താരങ്ങളാണ്. അതാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ 400-ലധികം സിനിമകളിൽ ഇപ്പോൾ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യം 2 റിലീസായിരിക്കുകയാണ്. ഞാൻ കണ്ടില്ല, നാളെ എന്തായാലും കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ അഭിപ്രായം നാളെ പറയാം. 2009 ലെഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹം നേടി. 2025 സമഗ്ര സംഭാവനയ്ക്കുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹം നേടി. ഇങ്ങനെ ഓരോ വിജയങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് കുതിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനെ, നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിസ്മയ താരത്തിന് 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ.